2 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപകടത്തിൽ 2 മരണം സംഭവിച്ചിരിക്കുന്നതാണ്. അഭിജിത്ത്, ഇത് വലിയ ദുരന്തമായിരിക്കുന്നു. 2 മരണം, 2 തൊഴിലാളികൾ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പേര് വിവരങ്ങൾ അറിയാനാകുന്നോ? സ്മൃതി, 2 മരണം സംഭവിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. വലിയങ്ങാടിയിലെ സ്ലാബ് തകർന്നുള്ള അപകടത്തിൽ 2 മരണം സ്ഥിരീകരിക്കുകയാണ്. 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം എന്നുള്ള ഖേദകരമായ വാർത്തയാണ്. കോഴിക്കോട് വലിയങ്ങാടിയിൽ അല്പം മുമ്പാണ് ഈ പഴയ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ അപകടമുണ്ടായത്. അഭിജിത്ത്, പരിക്കേറ്റ തൊഴിലാളികളുടെ പേരുകളൊക്കെ അവിടെ സമീപത്തെ കടയിലുള്ളവർ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ മരിച്ചത് ആരാണ് എന്നുള്ളത് നമുക്ക് അറിയാനാകുന്നു. സ്മൃതി, അതുമായി ബന്ധപ്പെട്ട വിവരം ഉടൻ തന്നെ നമുക്ക് ലഭ്യമാക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും 5ഓളം തൊഴിലാളികൾക്ക് പരിക്ക് പറ്റിയിരുന്നു. അവരെ ഗുരുതരമായി തന്നെ അതിൽ 2 പേർക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞിരുന്നത്. അതിൽ 2 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടിയാണ് ഈ ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആശുപത്രി അധികൃതരിൽ നിന്നും ഒപ്പം തന്നെ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകിയിട്ടുള്ള വിവരം. അവരുടെ പേര് വിവരങ്ങൾ കൂടി ഉടൻ തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അഭിലാഷിലേക്ക് പോകുന്നു. കോർപ്പറേഷൻ പ്രതിനിധികളും അവിടെയുണ്ട്. കോർപ്പറേഷന്റെ ഭാഗമായുള്ള കെട്ടിടത്തിൽ തന്നെയാണ് ഈ അപകടമുണ്ടായത്. അഭിലാഷ്, ഇപ്പോൾ 2 മരണം സ്ഥിരീകരിക്കുകയാണ്. എന്താണ് നമുക്കിപ്പോൾ അവിടെ നിന്നും ഈ കോർപ്പറേഷൻ അധികാരികളിൽ നിന്ന് നൽകുന്ന പ്രതികരണം? അതെ, വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. വലിയ തരത്തിലുള്ള അപകടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവാണ് നമുക്കൊപ്പം ചേർന്നത്. കോർപ്പറേഷന്റെ ഭാഗത്ത് വലിയ തരത്തിൽ അനാസ്ഥയാണോ സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള അപകടത്തിന് പിന്നിൽ? ഇത് തീർച്ചയായും കഴിഞ്ഞ കുറേ കാലങ്ങളായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിംഗ് ലൈസൻസ് പുതുക്കി കൊടുക്കരുത് എന്ന് പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വീണ്ടും അത് തുടർക്കഥയായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച പോലും ഇത്ര അജണ്ടകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായതിന് ശേഷം നമ്മൾ ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് ഇന്ന് അതിവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ ബിൽഡിങ്ങുകളും തന്നെ ഫിറ്റ്നസ് ഉണ്ടോ എന്ന് പോലും പരിശോധിക്കാനുള്ള സംവിധാനങ്ങളില്ല. കോഴിക്കോട് ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഇങ്ങനെ കാലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബിൽഡിങ്ങുകൾ തകരുന്നതും തീപിടുത്തവും തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് റൂളുകൾ പോലും കൃത്യമായി പരിശോധിക്കാതെ ചില ആവശ്യങ്ങൾ വ്യക്തികളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ബിൽഡിംഗ് പാസ്സായി കൊടുക്കുക, പ്ലാനുകളൊക്കെ ഒന്നും സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. ജയലക്ഷ്മി തീപിടുത്തം ഉണ്ടായതും നിങ്ങൾ എല്ലാവരും കണ്ടതാ. ഇതൊക്കെ പ്രതിപക്ഷ പ്രതിനിധിയുടെ പ്രതികരണമാണ് കണ്ടത്. സിനോജിലേക്ക് കൂടി. സിനോജ്, ഇപ്പോൾ ദാരുണമായ സംഭവമാണ്. സ്ലാബ് തകർന്നുള്ള അപകടത്തിൽ 2 മരണം സ്ഥിരീകരിക്കുകയാണ്. 2 ലോഡിംഗ് തൊഴിലാളികൾ ദാരുണമായി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഈ സ്ലാബുകൾ തകർന്നു വീണ ദൃശ്യങ്ങൾ തന്നെ കാണാം എത്ര വലിയ അപകടമായിരുന്നു എന്ന്. 2 വർഷം മുൻപ് പൊളിക്കാൻ ഉത്തരവിട്ട കെട്ടിടമാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അത് വാടകയ്ക്ക് നൽകി എന്നുള്ള ഗുരുതരമായ പിഴവും കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. സിനോജ്, തീർച്ചയായിട്ടും സ്മൃതി, അതായത് ഈ വർഷങ്ങൾ പഴക്കമുള്ള പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടം ഇത് ഇവിടെയുള്ള ഗോഡൗൺ ആയിട്ട് ഉപയോഗിച്ച് വരികയായിരുന്നു. കോർപ്പറേഷൻ പൊളിക്കണമെന്ന നോട്ടീസ് നൽകിയതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് പൊളിക്കാതെ കച്ചവടക്കാർ ഒഴിയാതെ ഗോഡൗൺ ആയിട്ട് തന്നെ ഉപയോഗിച്ച് വരുന്നു. ആ കെട്ടിടമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികൾക്ക് തന്നെ പറഞ്ഞത് ഈ ഇടത് വശത്ത് ഇപ്പോൾ കാണാം ശ്രീ ഗണേഷ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഈ കച്ചവട സ്ഥാപനം ഈ അടുത്തിടെയാണ് തുറന്നെന്ന് പറയുന്നു. അതായത് പൊളിക്കാനിരിക്കുന്ന കെട്ടിടത്തിൽ എങ്ങനെ പുതിയൊരു സ്ഥാപനം കൂടി തുറക്കുന്നുവെന്നാണ് ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെ ചോദിച്ചത്. ഏതായാലും പഴയ ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ സ്ലാബ് നമുക്ക് കാണാം. പൊളിഞ്ഞു വീണ ഭാഗം കാണുമ്പോൾ തന്നെ അറിയാം അത്രയും പഴകി ദ്രവിച്ച കമ്പികൾ, തുരുമ്പെടുത്ത് ദ്രവിച്ച കമ്പികൾ, അതാണ് ഈ പൊളിഞ്ഞ് താഴോട്ട് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ഏതായാലും രാവിലെ തൊഴിലിന് വേണ്ടി വന്ന തൊഴിലാളികളാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഇവിടെയുള്ള കോഴിക്കോട് സ്വദേശികളായ തൊഴിലാളികൾ തന്നെയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ബീച്ചിനോട് ചേർന്ന്, കടൽത്തീരത്തോട് ചേർന്ന ഒരു കെട്ടിടമാണ്. അതായത് ഉപ്പുകാറ്റടിച്ച് കമ്പി ഉൾപ്പെടെ തുരുമ്പെടുത്ത് നിൽക്കുന്ന ഒരു കെട്ടിടം. ആ കെട്ടിടത്തിൽ, അതായത് ഫിറ്റ്നസ് ഇല്ലാത്തൊരു കെട്ടിടത്തിലാണ് ഇത്രയധികം കടകൾ, ഹോൾസെയിൽ കടകൾ പ്രവർത്തിച്ചു വന്നിരുന്നത്. അവിടെ തൊഴിലിനെത്തിയ തൊഴിലാളികളാണ് ഇപ്പോൾ അപകടത്തിന് ഇരയായിരിക്കുന്നത്. ഏകദേശം 50 മീറ്ററോളം സൺഷെയ്ഡ് പൊളിഞ്ഞ് താഴോട്ട് തകർന്ന് വീണിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് പോലീസും നാട്ടുകാരും ഇവിടെയുള്ള തൊഴിലാളികളൊക്കെ ചേർന്ന് കയറ് കെട്ടിപ്പോൾ ഇവിടെ വേർതിരിച്ചിരിക്കുകയാണ്. കാരണം ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ടോ. അപ്പാടെ ഒരു ഭാഗം മുഴുവൻ പൊളിഞ്ഞ് അടർന്ന് താഴോട്ട് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് കാലപ്പഴക്കം ചേർന്നുകൊണ്ട് തന്നെ പൊളിച്ചു മാറ്റാൻ വെച്ച ഒരു കെട്ടിടമാണ് ഈ രീതിയിലേക്ക് അപകടത്തിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും സംയോജിതമായി ഒരു പൊളിച്ചു നീക്കൽ ഉണ്ടായില്ല. ഇവിടുത്തെ കച്ചവടക്കാർ അതിന് തയ്യാറായില്ല എന്നാണ് ചുമട്ട് തൊഴിലാളികൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ കച്ചവടം തുടർന്ന് കോർപ്പറേഷൻ
നിയമപരമായി നടപടിയെടുക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ല. ശരി, ഇതിനിടയിലാണ് ഏതായാലും വലിയൊരു അപകടം. 2 മരണം സ്ഥിരീകരിക്കുമ്പോൾ ആ മരിച്ച തൊഴിലാളികളുടെ പേര് വിവരങ്ങളടക്കം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. 5 പേരുടെയും പരിക്കേറ്റ പേരുകൾ നമുക്ക് ലഭിച്ചിരുന്നു. മരിച്ചത് 2 തൊഴിലാളികളാണ്. 2 തൊഴിലാളികൾ അപകടത്തിൽ മരിക്കുമ്പോൾ ജബ്ബാർ, അഷ്റഫ് എന്നീ തൊഴിലാളികളാണ് ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീഴുകയായിരുന്നു. തൊഴിലാളികൾ ജോലിക്കായി എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള കടയിൽ അപ്പുറത്തുള്ള ആളുകൾ പറയുന്നത് ഇതിലുമധികം തൊഴിലാളികൾ നിൽക്കുന്ന ഒരു ഇടമാണ് എന്നുള്ളതാണ്. വലിയൊരു അപകടം, അത്രയും വലിയൊരു അപകടമാകുമായിരുന്നു ഇത്, പക്ഷേ അത്രയും തൊഴിലാളികൾ എത്തിയിരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അവർ ചൂണ്ടിക്കാണിച്ചത്.